അനീതിക്കെതിരെ സ്വയം തീയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നീതി നിഷേധത്തിനെതിരെ, തെറ്റിനെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾ കുതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി റിപ്പോർട്ടർ TV തെരുവോരങ്ങളിലേക്ക് എത്തുകയാണ്. ജനകീയ തെരുവോര ചർച്ച, യുവർ ഫേവറേറ്റ് സ്ട്രീറ്റ് ടോക്ക് ഷോ ബാക്ക് അഗൈൻ. എന്റെ ചോര തിളയ്ക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 3 ഘട്ടങ്ങളിലായി. ഏറ്റവും ഒടുവിലത്തെ വാർത്താ ദൃശ്യം പോലും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കണ്ട ഏറ്റവും വലിയ അനീതി നിറഞ്ഞൊരു ഇടപെടലായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇരുമ്പ് മറയ്ക്കുള്ളിലാക്കിയത്. 4 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു കൊടുങ്കാറ്റായി പ്രചരണ രംഗത്ത് സജീവമാകുമോ? അത് NDA കടപുഴക്കേറിയാൻ ശക്തിയുള്ളതായിരിക്കുമോ? മറുഭാഗത്ത് ഒട്ടേറെ വലിയ പ്രചരണായുധങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഉഷ്ണതരംഗത്തെ പോലും വെല്ലുന്ന പ്രചരണ ചൂടിൽ വിദ്വേഷ പ്രചരണത്തിന്റെ വിവാദങ്ങൾ നമ്മൾ കണ്ടു. ഇങ്ങ് കേരളത്തിൽ വടകരയിലടക്കം വ്യക്തിഹത്യയും ഒപ്പം വർഗീയതയുടെ കാടിറക്കിയുള്ള പ്രചരണത്തിന്റെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മൾ കണ്ടു. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം മൊത്തത്തിൽ അടിമുടി ഒരു മഹായുദ്ധമായിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിൽ ധർമ്മം തീണ്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനത്തിൽ? നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നില്ലേ ഈ അനീതി നിറഞ്ഞ, അധർമ്മം നിറഞ്ഞിരിക്കുന്ന യുദ്ധപ്രചരണ വേളകളിൽ? തീർച്ചയായും നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നുണ്ടെങ്കിൽ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. ധർമ്മം മറന്നോ മഹായുദ്ധത്തിൽ? ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി TP ജയചന്ദ്രൻ മാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. BJP പ്രതിനിധി, ഒപ്പം UDF പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് LG ലിജീഷ്, CPM DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ആദ്യം TP ജയചന്ദ്രൻ മാഷിലേക്ക്. ജയചന്ദ്രൻ മാഷെ, അരവിന്ദ് കെജ്രിവാൾ ഇതാ ജയിൽ മോചിതനായിരിക്കുന്നു. ഒരു അനീതിയുടെ അവസാനം ജയിൽ മോചിതനാവുന്ന അരവിന്ദ് കെജ്രിവാൾ കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണെന്നൊരു ഭയമുണ്ടോ TP ജയചന്ദ്രനും BJPക്കും? ഡോക്ടർ അരുൺ, അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറും. കയ്യും കാലും കെട്ടി, പല്ലും നഖവും പറിച്ച്, 2 കാലുകളും കെട്ടി അരവിന്ദ് കെജ്രിവാൾ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് പ്രചരണം നടത്താൻ പോലും BJP അവസരം കൊടുത്തില്ല. ഞങ്ങൾ ആഹ്ലാദിക്കുകയാണ്. എന്തൊക്കെയാ കോടതി പറഞ്ഞത്? 50,000 രൂപയുടെ ബോണ്ടും ജാമ്യക്കാരും വേണം. മുഖ്യമന്ത്രിയുടെ ആഫീസിലോ സെക്രട്ടേറിയറ്റിൻ്റെ പടിയടക്കാനോ പാടില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമുള്ള ഫയലുകളിൽ മാത്രമേ ഒപ്പുവെക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടരുത്. കേസിലെ ഏതെങ്കിലും സാക്ഷിയെ കാണാനോ സംസാരിക്കാനുള്ള അവകാശമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കയറിപ്പോയാൽ അത് ചട്ടലംഘനമായി കാണും. പക്ഷേ യോദ്ധയിൽ തോറ്റു തുന്നം പാടിയതിനു ശേഷം ഈ തൈപ്പറമ്പിൽ അശോകൻ പറയുന്ന ഡയലോഗ് പോലെയാണല്ലോ ഇത്. നിങ്ങൾ പരമാവധി ശ്രമിച്ചു ഈ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനുള്ളിൽ തന്നെ ഇടാൻ. ED കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം വരെ എത്തി, സത്യവാങ്മൂലം കൊടുത്തു, വാദിച്ചു. ഒടുവിൽ 4 ഘട്ടങ്ങളിൽ പ്രചരണത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ധർമ്മം മറന്നോ ഈ പ്രചരണത്തിന്റെ വേളയിൽ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ വേളയിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണം ചെയ്യാൻ കഴിയാതെ അങ്ങ് പറഞ്ഞതുപോലെ കാലും കൈയും കെട്ടി ജയിലിനുള്ളിലിട്ടതിന്റെ തിരിച്ചടി നിങ്ങൾ ഭയക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് വളരെ കൃത്യമാണല്ലോ. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയെക്കുറിച്ച് കോടതി പറഞ്ഞ ഒരു ആവൃത്തി അരുൺ വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു പരാമർശം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനെ കുറിച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ മെറിറ്റ് പരിഗണിച്ചല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പ്രതികൾക്ക് കിട്ടുന്ന, ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ അപ്പുറം ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവ് പുറത്തിറങ്ങിയില്ലായിരുന്നു. ഈ രാജ്യത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ TP ജയചന്ദ്രൻ മാഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നേതാവിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി അസാധാരണമായി വിധി പുറപ്പെടുവിക്കുന്നത്? അത് മാറ്റത്തിന്റെ കാഹളമല്ലേ? ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. അല്ല, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വക്കീലന്മാരോട് കോടതി പോയില്ലേ? കോടതി എന്താ പറഞ്ഞേ? തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് എന്താണ് ബന്ധം വരണേ? ഒരാളുടെ കുറ്റവും ആ പ്രതിയെക്കുറിച്ചും അതിന് ശിക്ഷാ നടപടിയുമായിട്ട് എന്താ ബന്ധം? പക്ഷേ ഇന്നലെയോ തുടങ്ങിയത് ഭയക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ. ഹനുമാൻ ചാലീസ ചൊല്ലുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഭയക്കുന്നു. സാധാരണക്കാരുമായി താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഭയക്കുന്നു. ഡൽഹിയിൽ കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് ചേർന്ന് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ ഭയക്കുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി കൂട്ടുചേർന്ന രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു. അപ്പോൾ നിങ്ങൾ ഷഹസാദ എന്ന് വിളിക്കും. നിങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തും. വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ആദ്യത്തെ 400 സീറ്റ് എന്നുള്ളത് നിങ്ങൾ വിസ്മരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അംബാനിയെ വേണം, അദാനിയെ രാഹുൽ ഗാന്ധി വിമർശിക്കേണ്ട. മുസ്ലിം വിദ്വേഷ പ്രചരണം എവിടേക്കാണ് മോദിയുടെ ഭയം പോകുന്നത് സാർ?
അല്ല 4-ാം തീയതി കഴിഞ്ഞാൽ ഇതേ ആവേശത്തോടെ അരുൺ ഉണ്ടാകണം എന്നൊരു അപേക്ഷ കൂടി എനിക്ക് ഓക്കെ, PM നിയാസ് ആണ് മറുപടി പറയുന്നത്. PM നിയാസ്, ഇനി കേരളത്തിലേക്ക് കൂടി വന്നാൽ സവിശേഷമായ ഒരു സാഹചര്യമുണ്ട്. വടകര തീപാറുന്ന പോരാട്ടമായിരുന്നു, പക്ഷേ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടു എന്നാണ് ഇടതുമുന്നണിയുടെ പ്രചരണം. വർഗീയ കാർഡിറക്കി കളിച്ചിരിക്കുന്നുവെന്നാണ് റഹീം എന്ന് പറയുന്ന രാജ്യസഭാ MP പറയുന്നത്. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി ഒരു കൊടും രാഷ്ട്രീയ വിഷമാണെന്നാണ് പ്രതികരണം. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് ഇന്ത്യ രാജ്യത്ത് എല്ലാ ദേശീയ പ്രതിപക്ഷങ്ങളെയും ജയിലിലടച്ചും ഇല്ലാതാക്കിയും EDA ഉപയോഗിച്ചുമൊക്കെ തകർക്കുവാനും AICയുടെ ഫണ്ട് പൂർണ്ണമായും അത് കണ്ടുകെട്ടുവാനും ഒക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോയത് ഏത് തരത്തിലുള്ള പേടിയാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ TP പറഞ്ഞൊരു കാര്യമുണ്ട്. അത് സത്യത്തിൽ സാധാരണ മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്ന അതേ ലാഘവമേ ഉള്ളൂ. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അരുണ് ഇവിടെ ഞാൻ ആ കാര്യത്തിൽ യോജിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ജനാധിപത്യത്തെ ഹിംസ ചെയ്ത്, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയേറെ അനീതി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷങ്ങളെ പൂർണ്ണമായും ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് മാത്രമല്ല, ഇന്ത്യയുടെ വർഗീയ പ്രചരണം നടത്തുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യയിൽ വർഗീയ കലഹമുണ്ടാക്കുവാൻ, വർഗീയ ചേരിതിരിവുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ നോക്കുകുത്തിയായി അദ്ദേഹത്തിന് ഏറാൻ പുളിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധിയെ നിലക്ക് നിർത്തിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ പ്രധാനമന്ത്രിമാരെ നിലക്ക് നിർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ അങ്ങ് പറഞ്ഞത് 100% അങ്ങ് വസ്തുതകൾ ആണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. ഒരു കാര്യം അങ്ങ് പറഞ്ഞത് വടകരയിലല്ല. വടകരയിൽ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അങ്ങക്ക് തെറ്റാണ്. ഞാൻ നിൽക്കുന്ന കോഴിക്കോട്, അതൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് UDFൻ്റെ ഞാൻ. ഇവിടെയാണ് ആദ്യത്തെ വർഗീയ ചേരിതിരിവിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ ഞങ്ങളെല്ലാം സഖാവ് എന്നാണ് വിളിക്കാറുള്ളത്. ഞാനും അദ്ദേഹവും ട്രേഡ് യൂണിയനിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഇന്ന് വരെ അദ്ദേഹത്തെ CPMൻ്റെ CITയുടെ ഒരു നേതാവും വിളിക്കാത്തൊരു വിളിപ്പേര് ഞാൻ ആദ്യമായി കേട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം സഖാവ് എന്ന് ചേർത്തുകൊണ്ടാണ് എല്ലാവരും എന്ന് ചേർത്തുകൊണ്ടാണ് പോസ്റ്റ് അടിക്കാറ്. എന്നാൽ പോയി ഖായി. എങ്ങനെ ഖായത്? അപ്പോൾ എവിടെയാണ് വർഗീയ പ്രചരണം ആരംഭിച്ചത്? ആരാണ്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസം, മനുഷ്യനെ മയക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ മതവും വർഗീയതയും എന്ന് പറയുന്ന CPM മതത്തെ കൂട്ടുപിടിക്കുന്നു. ജയിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നിട്ട് ഇപ്പം പറയുന്നു എന്നെ കുത്തിയെ ചവിട്ടിയെ മാന്തിയെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങ് അരുൺ മികച്ച പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അറിയാലോ, ഏറ്റവും ആദ്യം വർഗീയ കാർഡ് ഇറക്കിയതാരാ? ഈ ഷാഫി വന്നത് ഞങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലാണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അങ്ങനെയല്ല. ഷാഫി പക്ഷേ അപ്പോഴും PM നിയാസ് നോക്കൂ, ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമ്പോൾ മുസ്ലിം സമുദായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പാലക്കാട് നിന്നും ഷാഫിയെ നിങ്ങൾ വടകരയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങത് തുറന്നു പറയണം, ഈ പൊതുജനത്തിന് അറിയാം. അങ്ങനെയല്ല. ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സന്തുലനം മുന്നോട്ട് പോകും. എന്തിനേറെ BJP പോലും ഞാൻ വീണ്ടും പറയാം, ഷാഫി അല്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുമ്പോൾ സന്തുലിതത്തെ ഈ സാമുദായിക സന്തുലിത അല്ല, ഇങ്ങനത്തെ എല്ലാ വൃത്തികേടും ചെയ്തവരെ രക്ഷിക്കുന്ന ഒരു ഹനുമാൻ ചാലിസ ഇല്ല രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് ആരൊക്കെ രക്ഷപ്പെട്ടേനെ. ഏതായാലും ഈ ആവേശമൊക്കെ ആരുടെ നമുക്ക് 4-ാം തീയതി ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ഇതേ ആവേശം ചോരാതെ ഇതേ ആവേശത്തിൽ നമ്മളൊക്കെ 4-ാം തീയതി ഉണ്ടാകണം. ഈ ആവേശം ചോരരുത് എന്ന് ആ സമയത്ത് ഇങ്ങനെ മുട്ടിയും മുരണ്ടും മൂടിയും ഒന്നും നമ്മൾ പറയരുത്. ഓക്കെ, ശരി ശരി. അല്ല, TPയിലേക്ക് ഞാൻ വരാം. നമുക്ക് ലിജീഷിനെ കൂടി ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് ശേഷം നോക്കൂ ലിജീഷ്, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഇടതുമുന്നണിയാണ് കേരളത്തിൽ വർഗീയ കാർഡ് ഇറക്കി കളിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നാണ്. കോഴിക്കോട് ഇതുവരെ ഇല്ലാത്ത ഇളമരം കരീമിന് കരീം കാക്ക എങ്ങനെ ഒരു പ്രയോഗമുണ്ടായി? കാക്കയ്ക്ക് വോട്ട് ചെയ്യാൻ പറയാനുള്ള ഇടതു രാഷ്ട്രീയ ബോധം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു? ഷാഫി പറമ്പിലിനെ മുസ്ലിം വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഷാഫിയുടെയും ഉസമ ബിൻ ലാദന്റെയും ചിത്രം പതിച്ച Facebook പോസ്റ്റുകൾ നിങ്ങൾ എങ്ങനെ പങ്കുവച്ചു? ഇതും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ലിജീഷ്? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് കരീംക എന്ന് പറയുന്നത് പൊതുവായി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. കരീംക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെക്കാട്ടൊക്കെ പ്രായ കൂടുതലുള്ള ആളാണ്. മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി അങ്ങനെയല്ലേ ഉപയോഗിക്കുക. അതിനകത്താണോ നിങ്ങൾ വർഗീയത കാണുന്നത്? അതാണോ വർഗീയത എന്നാണോ കോൺഗ്രസ് ധരിച്ചു വച്ചിരിക്കുന്നത്? എന്നാൽ അതല്ല വർഗീയത. വർഗീയത കൃത്യമായി പ്രസരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കേരളത്തിനകത്തൊരു ലോക്സഭാ മണ്ഡലം വടകരയാണ്. വടകരയ്ക്കകത്ത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ശൈല ടീച്ചർ സ്ഥാനാർത്ഥി ആയത് മുതൽ തുടങ്ങിയ പ്രശ്നമാണ്.
ശൈല ടീച്ചർ വന്നപ്പോഴാണ് മുരളീധരൻ മാറിയത്. മുരളീധരൻ അറിയാം അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്ന്. മുരളീധരൻ മാറി അപ്പുറത്തേക്ക് പോയി, തൃശ്ശൂരേക്ക് പോയി. പിന്നെയാണ് ഷാഫിനെ ഇവർ അവിടെ കൊണ്ടുവന്നത്. ഞാൻ പറയട്ടെ, അതിനുശേഷം ഇവർ തുടങ്ങി വെച്ച പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ UDFും അതിനകത്തെ ഘടകകക്ഷികളും നടത്തിയിട്ടുള്ളത് പച്ചയായ വർഗീയതയാണ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളൊരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണല്ലോ. ഈ അരുൺകുമാറിൻ്റെ അവിടെ അശ്വമേധം എന്ന് പറയുന്ന ചാനൽ ഷൂട്ട് ചെയ്ത കാര്യം ഇവർ എഡിറ്റ് ചെയ്ത് വക്രീകരിച്ച് എന്തെല്ലാം പ്രചരണം അവിടെ നടത്തി. അതായത് ശൈല ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം ഏറ്റവും ആദ്യം ഏറ്റെടുത്തു. അശ്വമേധം നടത്തി എന്നാണ് അരുൺകുമാറിന് അറിയാലോ, ശൈല ടീച്ചറുമായി ബന്ധപ്പെട്ട്. അവസാനം അരുൺകുമാർ തന്നെ വന്ന് ചാനലുകളോടും ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ പറഞ്ഞു, ഇത് തെറ്റായി പ്രചരിപ്പിക്കുന്നു, ഞങ്ങൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ഇതിലും വലിയ ഉദാഹരണം നിങ്ങൾക്ക് വേറെ വേണോ? നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഞാൻ തന്നെ കക്ഷിയായതുകൊണ്ടും റിപ്പോർട്ടർ ചാനൽ കക്ഷിയായതുകൊണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇതിന്റെ പേരിൽ ഇതിനകം തന്നെ 3 അറസ്റ്റുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വർഗീയമായ ഒരു കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിച്ചത് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ നെഞ്ചത്തു കൂടിയാണ് സാർ. നോക്കൂ, റിപ്പോർട്ടർ ചാനൽ ഒരു പ്രധാനപ്പെട്ട ചാനലാണ്, തർക്കമില്ല. മലയാള മനോരമ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഇന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ചാനലിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാക്കും. ഞാനത് പറയുമ്പോഴാണ് ശരിയാണ് അങ്ങ് പറയുന്നതിന് മറുപടി പറയാം. 24 ഇതേപോലെ 24 നടന്ന ചർച്ചയെ അതിന്റെ പോസ്റ്ററും അതിന്റെ വീഡിയോയും മാറ്റി പുതിയൊരു പുനഃസംപ്രേഷണം നടത്തി. 24 ആണ് ചാർജ് ആ കേസിൽ, ആ കാര്യത്തില് 24 മാത്രമല്ല ഇടത് മുന്നണിയും ഈ രീതിയിൽ വാർത്തകളെ വളച്ചൊടിച്ച് ടീച്ചർക്ക് വളച്ചൊടിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ മുകളിൽ കേസെടുത്തില്ലേ, ഇതുവരെ തള്ളി പറഞ്ഞോ? അവിടെ കേസെടുത്തിട്ടുണ്ട്. സൽമാൻ ബാളൂറിനെതിരെ കേസെടുത്തു. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, മുഹമ്മദ് കാസിം PK, കറുത്ത ഷർട്ടിട്ടാണ്. മുഹമ്മദ് കാസിം, ഞങ്ങളുടെ പേരാണ് മുഹമ്മദ് കാസിം. മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് ഒരു കാർഡ് പ്രചരിച്ചിരുന്നത്. മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചിരുന്നു. ആ ശബ്ദ റൈറ്റപ്പ് ആണ് പ്രചരിച്ചിരുന്നത്. ആ റൈറ്റപ്പിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഞാൻ ഷാഫി ഒരു 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണെന്നും ശൈലജ ടീച്ചർ ആണെന്നുള്ള രീതിയിലുള്ള പോസ്റ്റാണ് FB-യിലൂടെ. ഞങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സുഹൃത്തുക്കളോടെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നോ? ഇക്കാലം അത്രയുമായിട്ടും തിരുവള്ളൂർ എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ രീതിയിലുള്ള പ്രയോഗം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് എന്നെ വെച്ചുകൊണ്ടാണ് എന്താക്കിയിട്ടുള്ളത് ഈ രീതിയിലുള്ള പോസ്റ്ററുകൾ വാട്സപ്പിലൂടെ അമ്പാടിമുക്ക് സഖാബ് എന്നുള്ള കണ്ണൂർ FB പേജിൽ എന്താക്കിയിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ഞാൻ നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇതിനെന്താ മറുപടി? ഇത് ആദ്യം കാഫർ എന്ന പ്രയോഗം വന്നതിന് ശേഷം അവിടുത്തെ LDFന്റെ കമ്മിറ്റി പരാതി കൊടുത്തു. അത് പോലീസ് അന്വേഷിക്കട്ടെ, ആരാണിത്. ഈ ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു കള്ളപ്രചരണം നടന്നിരിക്കുന്നു. പറയട്ടെ, ഇത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് ഇലക്ഷന്റെ കർണാടക സർക്കാർ BJP-യുടെ IT കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുകളെ ഇന്ന് സൈബർ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളം ഭരിക്കുന്നത് ഇന്ന് LDF ആ LDFന്റെ ആളുകൾ ഇന്ന് 12-13 ദിവസം കഴിഞ്ഞ് ഇന്ന് എന്തുകൊണ്ട് ഈ സമയത്ത് ഞാൻ പ്രതിയാണ്, എന്നെ അറസ്റ്റ് ചെയ്യട്ടെ? എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഞാൻ പറയട്ടെ, ഈ പറയുന്ന കാഫർ എന്ന പ്രയോഗം എന്തുകൊണ്ടാണ് UDF തള്ളി പറയാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ? തെരഞ്ഞെടുപ്പിന്റെ വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ ഇത് അറിയുന്നത്. 3 മണിക്ക് കൃത്യം 3 നിങ്ങളല്ല ഈ കാഫിർ എന്നുള്ളൊരു വ്യാജ പ്രചരണം നിങ്ങളുടെ പ്രവർത്തകന്റെ പേരിൽ പറന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിച്ചില്ല? കിട്ടിയാൽ 10 വോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചു. സ്ഥാനാർത്ഥിയുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. അദ്ദേഹം കോഴിക്കോട് DC പ്രസിഡന്റ്, അദ്ദേഹത്തെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയാണ്. പ്രവീൺ കുമാറും നേരിട്ട് SP ഓഫീസിന് മുമ്പിൽ പോയി പരാതി കൊടുത്തു. ഈ ദിവസം 26-ാം തീയതി 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഇന്ന് ദിവസം എത്രയായി? ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെല്ലുവിളിയോടുകൂടി എൻ്റെ LDFന്റെ സുഹൃത്തിനോട് പറയട്ടെ, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുവെങ്കിൽ ഇതാ ഞാൻ ഈ പ്രതിയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം ഇവർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വരെ ഉപയോഗിച്ചു.
എല്ലായിടത്തും എനിക്ക് മനസ്സിലാവുന്നില്ല ലിജീഷ്. നോക്കൂ, ഇത് അമ്പാടി ബുക്ക് ആരാണ്? അമ്പാടി ബുക്ക് സഖാക്കളോ? അമ്പാടി ബുക്ക് സഖാക്കളിലാണ് ഇത് പ്രചരിച്ചത്. ഇപ്പം KK ലതിക അടക്കമുള്ള മുൻ MLA അടക്കമുള്ള ആളുകൾ ഇത് ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ലിജീഷ്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായ അന്വേഷണം നടത്തി മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഒരു പ്രചരണം നടക്കുമ്പോ നോക്കൂ, ആ മുഹമ്മദ് കാസിം ജീവനോട് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ലിജീഷ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഇത് ഷാഫി പറമ്പിൽ UDF തള്ളി പറയാതിരുന്നത്? ഞാനതാ ചോദിക്കുന്നത്. ഒരു മിനിറ്റ്. ഇത് ഇവരുണ്ടാക്കിയ അജണ്ടയാണ്. ഈ അജണ്ട പ്രകാരം 24-ാം തീയതി പ്രചരണം കഴിഞ്ഞു. 25-ാം തീയതിയാണ് ഇവർ പുറത്തിറക്കുന്നത്. ആ പുറത്തിറക്കി ഉടനെ തന്നെ ഞങ്ങൾ ഈ 4 മണിക്ക് അദ്ദേഹം പോയി, 25-ാം തീയതി 4 മണിക്ക് പോയി അദ്ദേഹം ഒരു മിനിറ്റ് ഞാൻ ചോദിക്കരുത്, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ കാഫർ എന്നുണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണെന്നാണ് ഇവർ ഉണ്ടാക്കിയ പ്രചരണം. ആ ഫോൺ ഞങ്ങൾ SP ഓഫീസ് കൊടുക്കുന്നു. ഈ സമയം വരെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരൊറ്റ വോട്ട് കാഫറിന്റെ പേര് പറഞ്ഞ് എനിക്ക് ഒരൊറ്റ വോട്ട് വേണ്ട എന്ന് തന്റെ ഇടത്തോടു കൂടി. ഒരു മിനിറ്റ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഷാഫി പറമ്പിൽ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ? അങ്ങേക്ക് അറിയാലോ, 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും പുതിയ നടത്താൻ പറ്റുമോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും പബ്ലിക്? ഒരു മിനിറ്റ്, ഞങ്ങൾ ഫേസ്ബുക്കിലും പരസ്യമായി പത്രക്കാരോട്, താങ്കൾ ഉൾപ്പെടെയുള്ള ലേഖകന്മാരോട്, താങ്കളല്ല തങ്ങളുടെ റിപ്പോർട്ടർ അടക്കം ലേഖകന്മാരുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു. ഷാഫി പറഞ്ഞിട്ടില്ല. ഷാഫി പറഞ്ഞിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ഷാഫി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി പറഞ്ഞു. ഷാഫി പറഞ്ഞിട്ടുണ്ടോ ലിജീഷ്? പിറ്റേന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് പത്രസമ്മേളനം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ കയറല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കയറിക്കോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ കള്ളക്കളി 25-ാം തീയതി ഇവർ പുറത്തിറക്കുന്നു, 26-ാം തീയതി അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ല എന്നാണ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇത് മാത്രമല്ലല്ലോ, ഷാഫി പറമ്പിൽ മുസ്ലിം പക്ഷപാതത്തിനെതിരാണ്, അല്ലെങ്കിൽ മുസ്ലിം പക്ഷപാതിയല്ല, അദ്ദേഹം മുസ്ലിം നിലപാടുകളിൽ എതിരായ നിലപാടെടുക്കുന്നു എന്ന് നിങ്ങൾ പ്രചരണം നടത്തിയില്ലേ? ഞങ്ങൾ പരാതി കൊടുത്തല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നത് അദ്ദേഹം മുസ്ലിം കാഫർ എന്ന് പറയുന്ന വാക്കുപയോഗിച്ചു എന്നാണ്. ഞങ്ങൾ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇപ്പോഴും അദ്ദേഹം എല്ലാവരോടും നോക്കി പറയുന്നു, കാഫർ എന്ന വാക്ക് ഞാൻ പറഞ്ഞുവെങ്കിൽ അങ്ങനെ പറഞ്ഞു പോലെ. ഇത് ഞാൻ വീണ്ടും പറയട്ടെ. ചോദ്യം നിങ്ങൾ ഓർക്കണം, ഈന്തുള്ളതിൽ ബിനു, നബീസ മറന്നു പോകരുത്. നാദാപുരം നിങ്ങൾ അവിടെ പ്രചരണം നടത്തി, ഒരാൾ കൊല്ലപ്പെട്ടു. നബീസക്ക് പിന്നീട് ആ അമ്മയെ നോക്കി പറയേണ്ടി വന്നു, എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. നിങ്ങൾ പ്രചരണം നടത്തിയിട്ടാണ് അവിടെ കലാപം ഉണ്ടായത്. അങ്ങനെയാണ് നിങ്ങൾ അധികാരത്തിൽ കയറിയത്. അടുത്തത് നിങ്ങൾ നിന്നോർക്ക്, നിങ്ങൾ കതിരൂർ പഞ്ചായത്തില് പുല്യാടിലുള്ള മഹലില് ആ മസ്ജിദിനകത്ത് അവിടെ ഷാഫിക്ക് വേണ്ടി വോട്ട് പിടിച്ചു അവിടുത്തെ ഇമാമ്. നിങ്ങൾ തള്ളിപ്പറഞ്ഞോ? നാട്ടുകാർ ഇടപെട്ടില്ലേ? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്ന നിമിഷം വരെ UDF-ന്റെ സംവിധാനവും മൗനമായി നിന്ന് ആ വർഗീയ ചേരിതിരിവിന് എല്ലാ സഹായവും ചെയ്തു. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ടാ പറയണത് അത് ആർക്ക് വേണം? അതാണോ ചോദ്യം? അത് തന്നെയാണ് ചോദ്യം. തിരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം ആരോപണങ്ങൾ നിഷേധിച്ചാൽ മതിയായിരുന്നു എന്നതാണ് ചോദ്യം. എന്റെ ചോര തിളയ്ക്കുന്നു ധർമ്മം മറന്ന യുദ്ധത്തിൽ. എന്താണ് പ്രശ്നം? SDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വർഗീയവാദികളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെയാണ് പാകിസ്ഥാനിലേക്ക് നാട് കടത്തണമെന്ന് പേരാമ്പ്രയിൽ എന്ത് ചെയ്തത്? ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് CPM-ന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കാസിമിന്റെ വിഷയത്തിൽ നമുക്കറിയാം, കാസിം നിരപരാധിയാണെന്നുള്ളത് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ കാസിമിനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത്. ഇന്നലെ DYF-ന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? SP ഓഫീസ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ കാസിമാണ് എന്ന് തെളിയിച്ചാൽ, ഈ പ്രചരണം നടത്തിയത് കാസിമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ DYFI എന്താണ് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു പോലീസ് SP ഓഫീസ് മാർച്ച് വേണ്ട, ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചെങ്കിലും നടത്താൻ ഇതുവരെ ഈ വിഷയത്തിൽ DYFI. അപ്പോഴും പള്ളികളിൽ പോലും ഷാഫിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ആരോപണങ്ങൾ എക്കാലത്തുണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിഷയത്തിൽ ഷാഫിയെ നമുക്കറിയാം, പാലക്കാട് തികഞ്ഞ മതേതരവാദി ആയിക്കൊണ്ട് അവിടെയുള്ള അമ്മമാരും അതേപോലെ തന്നെ എല്ലാവരും ജാതി രണ്ട് മുഖമുണ്ടോ ഷാഫിക്ക് എന്നാണ് ചോദ്യം. എങ്ങനെ രണ്ട് മുഖമുണ്ടോ ഷാഫിക്ക് എന്നാണ് ചോദ്യം. ഷാഫിയുടെ മുഖം ഇവിടെ വികൃതമാക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. ഷാഫിക്ക് ഒറ്റ മുഖമാണുള്ളത്. ആ മുഖം ഇവിടെ എത്തിയപ്പോൾ, വടകര എത്തിയപ്പോൾ വികൃതമാക്കുകയാണ് ചെയ്തത് CPM.
ഷാഫി പറമ്പിൽ ഇത് തള്ളി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് പാലക്കാട് വോട്ടിംഗ് ചെയ്ത് 11 മണിക്ക് വോട്ടിന്റെ ഉച്ചയിൽ തന്നെ എന്താക്കിയിട്ടുണ്ട്, പത്രസമ്മേളനം വിളിച്ചിട്ട് ഒറ്റ വർഗീയ പ്രചാരണത്തെ ഞാൻ എന്താക്കി ലോഞ്ച് ചെയ്യുന്നില്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ ഒരു ഏക വ്യക്തിയാണ് കേരളത്തിലെ. വർഗീയ പ്രചരണങ്ങളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഈ വടകരയിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഒരിക്കലില്ല. വർഗീയതയിൽ ഷാഫി എല്ലാ കാര്യങ്ങളും അതിനെതിരെ തന്നെയാണ് പോരാടിയിരുന്നത്. കാഫിർ എന്ന പ്രയോഗത്തിന്റെ കാര്യത്തിൽ നേരത്തെ പ്രതികരണം നടത്തിയില്ല എന്ന് പറയുന്നു. തീർച്ചയായും നടത്തിയിരിക്കുന്നത്. അത് പിന്നെ വല്ല കള്ളപ്രചാരണമാണ്. ഷാഫി നടത്തില്ല എന്നുള്ളത്. പള്ളികളിൽ ഷാഫിക്ക് വേണ്ടി വോട്ട് ചോദിച്ചോ? ഇല്ലല്ല, അത് ഒരിക്കലും ഇല്ല. അതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. ഇതെല്ലാം അവാസ്തവമാണ് എന്നുള്ളതാണ്. ഇത് കള്ളപ്രചരണം എന്നാണല്ലോ പറയുന്നത് സുഹൃത്തെ. ഇത് അവിടെ പള്ളിയിലെ നാട്ടുകാർ മുഴുവൻ എതിർക്കുകയും പിന്നീട് അതൊരു വലിയ തർക്കമാവുകയും തെളിയിക്കൂ സഹോദര, തെളിയിക്കൂ. കതിരൂർ പഞ്ചായത്തില് പ്രധാനപ്പെട്ട മറ്റൊന്ന് കേൾക്കൂ നിയാസ്ക, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് പറയാം. നമ്മളിത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് ഈദ് വിത്ത് ഷാഫി നടത്തിയില്ലേ? ഏത് വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ? എന്താണ് അതിന്റെ ഉദ്ദേശം? ഈദ് വിത്ത് ഷാഫി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു കാര്യം നമ്മളൊരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധന അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ആഘോഷം എടുത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അതിന്റെ ആചാരം നടത്തുക എന്ന് പറയുന്നത്, ആഘോഷം നടത്തുക എന്ന് പറയുന്നത് മറ്റൊന്ന്. അല്ലല്ല, പ്രധാനപ്പെട്ട മറുപടി. വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് ഈദ് വിത്ത് ഷാഫി എന്തൊരു പരിപാടി നടത്തിയോ? ഞങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു എനിക്ക് ജാതിയുടെ ഒരു മിനിറ്റ് മത്സരിക്കുന്നില്ല. 20 മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നു. ഏത് സ്ഥാനാർത്ഥി ആ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തി? ഒന്നാം സ്ഥാനാർത്ഥി എളമര കരീം. അദ്ദേഹം നടത്തിയത് വർഗീയ പ്രചരണമാണ്. അദ്ദേഹം മുസ്ലിം നാമധാരം ഉപയോഗിച്ച്, ഇക്ക ഉപയോഗിച്ച് എല്ലാ വീട്ടിലും പോയി നിങ്ങൾക്കൊരു മുസ്ലിം പ്രചരണം നടത്തി. മുസ്ലിം വീടുകളിൽ കയറി മുസ്ലിം സഹോദരങ്ങളെ, അത് സഹോദരിമാരെ മുസ്ലിം പ്രീണനമായി ഉപയോഗിക്കാൻ പരാതി കൊടുത്തു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇളമരം കരീമി വർഗീയ പ്രചരണം നടത്തിയെന്ന് നിങ്ങൾ ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഞാൻ വെല്ലുവിളിയോടുകൂടി പറയുന്നു, നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ CPM-കാരൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് പറയാൻ പറ്റും വീട്ടിൽ പോയി പറയുന്നത് എന്താ? തലയിൽ മുണ്ടിട്ട് പോയി അത് ഞമ്മന്റെ ആൾക്ക് വോട്ട് ചെയ്യണം, അപ്പുറത്ത് പോയി വർഗീയ പ്രചരണം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഒറ്റ സ്റ്റാൻഡേ പാടുള്ളൂ. ഒന്നുകിൽ വർഗീയ പ്രചരണം എന്ന് പറയുന്നത് പാടില്ല. അത് കോഴിക്കോടും പാടില്ല, വടകരയിലും പാടില്ല, കേരളത്തിൽ എവിടെയും പാടില്ല. കണ്ണൂരിന്റെ നിലപാടല്ല നിങ്ങൾ. നോക്കൂ, ഇവിടെ വടകരയിൽ ഇടതുപക്ഷം കോൺഗ്രസ് എന്നും കോൺഗ്രസ് ഇടതുപക്ഷം എന്നും ആരോപിക്കുന്ന വർഗീയ പ്രചരണം നടത്തുന്നു. അങ്ങ് രാജസ്ഥാനിൽ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാരെന്നും പെറ്റുകൂട്ടുന്നവരെന്നും മുസ്ലിം സമുദായത്തെ അപഹസിക്കുന്നു. അപ്പോൾ ഒരിടത്ത് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം, മറുഭാഗത്ത് ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് സാർ? അരുണേ, ഞങ്ങൾ ഇതൊന്നും പറയാത്ത കാലത്ത് ഞങ്ങൾക്ക് ചാർത്തി തന്നതാണല്ലോ ഇതൊക്കെ. എന്റെ ഇടതുവശത്ത് ഇരിക്കുന്നവര് എന്താ ശീലാവതിമാരാണല്ലോ കേരളത്തില്. അല്ല സാർ, ഒന്ന് ക്ഷമിക്കൂന്നേ, നിങ്ങൾ വേളം വെച്ചൊന്നും ഞാൻ വേണ്ടിയില്ലല്ലോ. ഒരു മര്യാദയല്ലേ കാണിക്കട്ടെ നമ്മള്. ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിൽ നമ്മുടെ മൂക്കിന്റെ താഴെയാണ് അരുൺ നടന്നിരിക്കുന്നത്. ഒരാൾ ദീനിന്റെ സ്ഥാനാർത്ഥിയായി അവതരിക്കുന്നു, അയാളെ സ്വീകരിക്കാൻ ചില പ്രത്യേക മുദ്രകൾ പ്രയോഗിക്കുന്നു, മറ്റൊരാൾ കാഫിറാവുന്നു. എവിടെയാ? കേരളത്തിലെ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരും അതിന് മൊത്തക്കച്ചവടം ഏറ്റെടുത്തവരുമാണ്. നോക്കൂ, എൻ്റെ ഒരു സുഹൃത്ത്, ഇന്ന് മനസ്സിലാക്കേണ്ടത് സാർ, ഇന്ന് നിങ്ങളുടെ ഖാർഗെയ്ക്ക് ഒരാളെ തള്ളി പറയേണ്ടി വന്നു. എന്തിനാണെന്നറിയോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നേതാവിനെ ഇന്ന് മണിശങ്കർ അയ്യരെ തള്ളി പറയേണ്ടി വന്നു. ഇന്നലെ അതിശക്തമായ വർണ്ണവെറിയുടെ പേരിൽ സാമ്പിത്രോടെ തള്ളി പറയേണ്ടി വന്നു. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ മതി അവരൊക്കെ തള്ളി പറയുന്നുണ്ട്. BJP ആരെ തള്ളി പറഞ്ഞു? അല്ല, BJP തള്ളി പറയേണ്ട രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ BJP തള്ളി പറയും. ആത്യന്തികമായി റിപ്പോർട്ടർ ചാനൽ അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി പറഞ്ഞോ? ഈ അസഹിഷ്ണുതയാൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ തള്ളി പറയേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാ. ഈ രാജ്യത്തെ ജനങ്ങളാണ്. കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ്
നോട്ടീസ് അയച്ചു സാർ. ആ നോട്ടീസിൽ നിങ്ങൾ മറുപടി കൊടുത്തോ? രാജസ്ഥാനിലെ ബെൻസ്വാരയിലും ജലോറിലും നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചല്ലോ, മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ല, ഒരു നോട്ടീസ് കിട്ടിയാൽ അതിന്റെ ഏറ്റവും കുറ്റമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയും എത്ര രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ കൊടുത്തതിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് വയനാട്ടിൽ, അതിന്റെ അത്ര കുറ്റവാളിയാണെന്നാണോ? നോട്ടീസുകൾ നിങ്ങൾ നിരവധി അയക്കൂ, പക്ഷെ അവസാനം ആത്യന്തികമായിട്ട് വിധി എഴുതേണ്ടത് ആരാ? ഒരു കാര്യം അരുണ ഇവിടെ സത്യമാണ്, തരാതരം പോലെ അവസരം കിട്ടുമ്പോ നമ്മുടെ ആളുകൾ ഇക്കയാകും, ചിലർ കാഫർ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, അല്ല ഇവിടെ ഇമ്പിച്ചോ മത്സരിച്ച ആരും അയാളെ ഇക്ക എന്ന് വിളിച്ചിട്ടില്ലല്ലോ, പ്രായം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സഖാവ് അപമാനകരവും ഇക്ക സ്വീകാര്യവുമാവുന്ന എവിടെയാ? മറ്റൊരാൾക്ക് ദീനാകും. നോക്കിയ തരാതരം പോലെ അവസരം കിട്ടുമ്പോ ഒക്കെ കലർത്തുന്നു വോട്ടിൽ എന്നുള്ളതാണ്. എന്താ പ്രതികരണം പറഞ്ഞോ പെട്ടെന്ന്. ബിജെപിക്കും CPM ഒരേ സ്വരാണ്. അവിടെ BJP മുസ്ലിം പ്രീണനം നടത്തുന്നു പറയുമ്പോ ഇവിടെ പിണറായി വിജയൻ മുസ്ലിം പ്രീണനം നടത്തുന്നു, കോൺഗ്രസ് പ്രീണനം നടത്തുന്നു. രണ്ട് ഭാഗത്തും കോൺഗ്രസിനെ മുസ്ലിം പ്രീണനം നടത്തുന്നു. മോദിന്റെ അതേ സ്വരല്ലേ ഇവിടെ CPM നടത്തുന്നത്? കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നു. ഓക്കേ, എന്താണ് പറഞ്ഞോ? ഇവിടെ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം ഷാഫി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാ. CPM തീർക്കുന്ന അജണ്ടക്ക് ഷാഫി മറുപടി പറയണമെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. CPM ഒരു അജണ്ട തീർക്കുക, ആ അജണ്ടക്കൊപ്പം ഈ നാട് ചലിക്കണമെന്ന് നിങ്ങൾ പറയുന്നതാണ്. അതായത് കാഫിർ എന്നൊരു പ്രയോഗം ഇടതു ഹാൻഡിലുകൾ ഉണ്ടാക്കി അതിന് ഷാഫി മറുപടി പറയണമെന്നാണ് നിതീഷ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. നിതീഷ് മറുപടി സ്പെസിഫിക് ക്വസ്റ്റ്യൻ. ഞാൻ പറയാ, ഇത് മാത്രല്ല ഇവർ ഈ പറയുന്ന വിഷയം മാത്രമല്ല. അല്ല, ഞാൻ പറയട്ടെ, അതിലേക്ക് വരാം. ഞാൻ പറയാം, ഷാഫിയോ UDF പറയുന്നതല്ല. ഞാൻ പറയും, ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രമാണ് ചർച്ച ചെയ്തത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ടീച്ചർ അനുകൂലമായി പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചില്ലേ? അത് മാത്രമാണോ? പ്രവാചക ബോംബമ്മ എന്ന് പറഞ്ഞു. പ്രവാചക നിന്ദ, ഞാൻ പറയട്ടെ, അതിലേക്ക് വരുന്നത്. പ്രവാചക നിന്ദ ടീച്ചർ നടത്തിയെന്ന് വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ ഇതുപോലെ ഈ എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചില്ലേ? ബോംബമ്മ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ? ഇത് മാത്രമല്ല അരുൺകുമാർ, നിങ്ങൾ കാണേണ്ടെന്നറിയോ? ഈ ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളും പ്രചരണം മാത്രമല്ല, വീടുകൾ കയറി മുഴുവൻ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഏറ്റെടുത്തു വരെ. അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ ഏറ്റെടുത്തു. ആ നിലയിലേക്ക് പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF നടത്തി. അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു ഷാഫി പറമ്പിൽ. ഇല്ല, അയാൾ തള്ളി പറയണം. വളരെ ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾ പറഞ്ഞോളൂ. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ചങ്കുറപ്പോടുകൂടി പറഞ്ഞ ദിവസം കഴിഞ്ഞ് ആര് പറയാൻ SDPIന്റെ വോട്ട് വേണം? ശരിയാണ്, കോൺഗ്രസ് ശരിയാണ് പറഞ്ഞത്. 48 മണിക്കൂർ ജനാധിപത്യ പാർട്ടി 48 മണിക്കൂറോ? ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്ത് ജനാധിപത്യം സാർ? SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്ത് ജനാധിപത്യം സാർ? അത് പറയാനുള്ള ചങ്കുറപ്പുണ്ടായി എന്നുള്ളതാണ്. CPM തീർത്ത അജണ്ട SDPI ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തത്. നിങ്ങൾക്ക് SDPയും ജമാഅത്തേക്ക് ഒരു കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു കാലത്തും SDPI ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട CPM പ്രതിനിധി സജീഷിനോടാണ്. പ്രിയപ്പെട്ട സജീഷിന്, താങ്കളെല്ലാം കോഴിക്കോട് നഗരങ്ങളിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയല്ലേ? താങ്കളുടെ ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദ് സമീപകാലത്ത് തീരദേശ പ്രദേശമായ ആവിക്കൽ തോടിലും ഞാനും നിങ്ങളും നിലകൊള്ളുന്ന 1 കിലോമീറ്റർ സമീപം ആവിക്കൽ തോടിലും കോതി അപ്രോച്ച് റോഡിന് സമീപവും അവിടെ ഒരു മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആ പ്രദേശത്തെ ജാതിഭേദമന്യേ അതിൽ മുസ്ലിം സ്ത്രീകളായി പോയി എന്നതുകൊണ്ട് അവർ മുസ്ലിം തീവ്രവാദികളെ എന്ന് പറയുന്ന CPMന്റെ മേയറുടെ നിലപാടിൽ നിങ്ങൾ തൃപ്തരാണ്? നിങ്ങൾ നടത്തുന്നതാണ് വർഗീയത. തയ്യാറാവണം. ആദ്യം നടത്തുന്നതാണ് വർഗീയത. താങ്കൾ ചോദ്യം കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. കേൾക്കുന്നുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. ഞങ്ങളൊക്കെ ഈ കോഴിക്കോടുള്ള ആൾ തന്നെയാണ്. നിങ്ങളാണ് വർഗീയ പ്രചരണം നടത്തുന്നത്. ആശങ്കപ്പെടേണ്ട, സമൂഹം കൈതകളല്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മയായാലും ഉമ്മയായാലും വിശക്കുന്ന വയറ് വിശപ്പകറ്റാൻ അവർ മകനെ നോക്കാറില്ല. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം. അത് തിരികെ വരും, യാതൊരു സംശയമില്ല. ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യം ഭരിക്കും. താങ്കൾക്ക് സംശയമുണ്ടോ? കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു മിനിറ്റ് ഒരു പത്രസമ്മേളനത്തില് 16 തവണ ഞാനും എന്റെ ഭാര്യയും ഇരുന്നെണ്ണി 16 തവണ രാഹുലിനെ വിമർശിച്ചിട്ട് ഒരു തവണ പോലും മോദി എന്നോ അമിത് ഷാ എന്നോ അക്ഷരം മിണ്ടാതെ ഇപ്പൊ ഈ പറയുന്ന
രാഹുൽ ഗാന്ധി എവിടെയാ വന്ന് മത്സരിക്കാൻ വന്നത്? എവിടെയാ മത്സരിക്കാൻ വന്നത്? നിങ്ങൾ BJP-യോട് പോയി ഏറ്റുമുട്ട്. കേരളത്തിൽ ഭീരുവല്ലേ നിങ്ങളുടെ നേതാവ്? ഭീരുവാണ് നിങ്ങളുടെ നേതാവ്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീരു. അതല്ല ഇവിടെ വന്ന് അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒരു നിമിഷം ലിജീഷ്, ചോദിക്ക്. ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞോ. ഞാൻ സംസാരിക്കുന്നത് കൃത്യമായി CPM പ്രതിനിധിയോടാണ്. ഞാൻ പറഞ്ഞ പുറത്താരെ കുറിച്ചിട്ടല്ല. എന്റെ പേരിൽ 2019 പയ്യാനക്കൽ മേഖലാ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി കൊടുത്ത പരാതി അദ്ദേഹത്തിന്റെ മകൻ ഭഗത് സിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, സപ്തരാശ്മി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ മറുഭാഗത്ത് ന്യൂമാൻ എന്ന എന്റെ പേരിൽ അവർ ചെയ്ത ഒരു കേസ് എന്താണ്? അവർക്ക് കൊടുത്ത പരാതി എന്താണ്? അവർ കൊടുത്തത് കൃത്യമായിട്ട് മതം മാറ്റാൻ ഞാൻ ശ്രമിച്ചു എന്നാണ്. ചോദിക്കട്ടെ, വാപ്പ ഉപ്പ റഷീദ് എന്ന ഒരു മുസ്ലിം നാമധാരി, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേരിടാം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ സമൂഹത്തിന്റെ ഇടയിൽ ഇവർ തീവ്രവാദികളാണ്, ഇവർ വർഗീയവാദികളെന്ന് വരുത്തി തീർക്കുന്ന നിങ്ങളുടെ നാണം കെട്ട രാഷ്ട്രീയത്തിന്റെ അടിക്കൽ ഇളകിയിരിക്കുന്നു. രജീഷിലേക്ക് വരാം. ഒപ്പം ഇനിയും പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. വർഗീയത കലർത്തി തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് ശരിയായോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോഴിക്കോട്ടെ യുവജനതയും കോഴിക്കോട്ടെ വോട്ടർമാരും പ്രതികരിക്കുകയാണ്. വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ഭാരതത്തിന്റെ മതേതര മനസ്സിനെ NDA സർക്കാരും മോദിയും ദുർബലപ്പെടുത്തി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി തന്നെ വർഗീയതയുടെ പേരിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോൾ ചോര നിങ്ങൾക്ക് തിളയ്ക്കുന്നില്ലേ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് കേരളത്തിന് വലിയ മനസ്സിനെ വലിയ ആഘാതം ഏൽപ്പിക്കില്ലേ? തീർച്ചയായിട്ടും. കേരളം പോലെ ഒരു നമ്മളൊക്കെ പറയുന്നത് ഇവിടെ വർഗീയതക്ക് സ്ഥാനമില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഇടതുപക്ഷ പാർട്ടിയായ CPM ഒരു അജണ്ട സെറ്റ് ചെയ്യുക. എന്താണ് അജണ്ട? ഷാഫി മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മുസ്ലിം വർഗീയവാദിയാണ് എന്ന് പറയുക. തീർത്തും ഇത് എല്ലാ കാര്യങ്ങളും എടുത്തു പരിശോധിച്ചാൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ചിലപ്പോൾ ചില പാർട്ടികളൊക്കെ പറയും. ഒരു സ്ഥാനാർത്ഥി നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് എനിക്ക് SDPIയുടെ വോട്ട് വേണ്ട എന്നാണ്. മാത്രമല്ല സാഫിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. 3 തവണ തിരഞ്ഞെടുത്തത് പാലക്കാടിൽ നിന്നാണ്. പാലക്കാടിൽ നിന്ന് വടകരയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള അമ്മമാർ കരഞ്ഞു പറയുന്ന കാര്യങ്ങളുണ്ട്. പട്ടാമ്പി കോൺസ്റ്റൻസിയുടെ മതപരമായിട്ടുള്ള ജനസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളാണ് അവിടെ കൂടുതൽ. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഷാഫിക്ക് വോട്ട് ചെയ്തത്. അവരുടെ വീട്ടിലെ ഒരു മകനെ പോലെയാണ് ഷാഫിയെ. അവിടെയാണ് ലിജീഷ് നിങ്ങൾ ബോധപൂർവം ഷാഫിക്കെതിരെ ഒരു അജണ്ടയുണ്ടാക്കി സെറ്റ് ചെയ്തു എന്ന ആരോപണം ഉയരുന്നത്. ലിജീഷ്, ഷാഫി രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി നല്ലൊരു അഭിനേതാവും കൂടിയാണ്. ഈ പാലക്കാട് നിന്ന് തിരിച്ചു വരുമ്പോ കുറെ സ്ത്രീകളെയും അണിനിരത്തി അവിടെ ഒരു കരച്ചിലൊക്കെ നടത്തി. അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ വില പോകുന്ന ജൂൺ 4 വടകരയിലെ പ്രമുഖരായ വോട്ടർമാർ അതിന് മറുപടി പറഞ്ഞിരിക്കും. നിങ്ങൾ നോക്കൂ, ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കൂ. അവൻ ഇന്നും ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അവൻ ചോദിക്കാം എന്ന തെറ്റായ ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ട. അവൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നത് 25-ാം തീയതി ഞാൻ കൊടുത്ത പരാതിയുണ്ട്, നമ്മളെടുത്തും നിരവധിയായ പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നടപടി എടുത്തിട്ടില്ല. ചോദ്യം പുറത്തു വരും, എല്ലാം പുറത്തു വരും. ചെറുപ്പക്കാരന് മറുപടി കൊടുക്കണം. ആ ചെറുപ്പക്കാരന് നീതി കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ പോലീസ്, അതൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ച് പുറത്തുകൊണ്ടുവരും. 15 ദിവസം കഴിഞ്ഞു. ഒരു സംശയവും ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അല്ല, ഇവിടെ നിയാസ് വക്കീൽ ആരംഭിച്ചത് $1 മില്യൺ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടാ. കാസിം ഇവിടെ നിൽക്കുന്നു. കാസിമിന് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം $1 മില്യൺ ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് മുന്നിൽ കഴിഞ്ഞിട്ടില്ല CPM കുറ്റവാളിയെ ഈ പറയുന്ന ആളാണെങ്കിൽ നിങ്ങളെ ശുപാർശ ആളാണെങ്കിൽ ഈ പറയുന്ന പോലീസ് അന്വേഷിക്കട്ടെ. പൂർണ്ണ വിശ്വാസത്തോടൊപ്പം ഇന്തോനേഷ്യയിലേക്ക് പോയോ? കേരളത്തിലെ പോലീസും 100% ഇന്തോനേഷ്യയിലേക്ക് പോയോ? എവിടെ പോയി? ക്ലിപ്പിന്റെ കേസ് എവിടെ പോയി? ക്ലിപ്പിന്റെ കേസ് ഇപ്പൊ മിണ്ടിയിട്ടില്ലല്ലോ. സജീസ് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതല്ലേ? കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വ്യാജ പ്രചരണം നടത്തിയല്ലേ? എത്ര ദിവസം പറഞ്ഞു? എത്രയാളെ പേര് കേസെടുത്തു? ക്ലിപ്പില്ല.
തരാനില്ല എന്ന് പറഞ്ഞു. പണ്ടൊരു മരുമകൾ പറഞ്ഞു ഇവിടെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞപ്പോ അത് പറയേണ്ടത് ഞാൻ ഇവിടുത്തെ അമ്മായിയമ്മയാണെന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ചു വരുത്തി, ഭിക്ഷക്കാരന് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതിനൊരു പാഠഭേദമുണ്ട്. എവിടെ ഗോവിന്ദ മാഷ് പറഞ്ഞത് ക്ലിപ്പുണ്ടെന്ന? എവിടെ ക്ലിപ്പ് സജീഷേ? നിങ്ങളുടെ പോലീസ് പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ? അതെ, നിയാസ് ഖാനോടൊക്കെ ആദ്യം തന്നെ അരുൺ പറഞ്ഞു, അരുണ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, പച്ചയായ ഒരു വീഡിയോ, നിങ്ങളെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ, അത് നിങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് വെള്ളരിപ്രാവായിട്ട് നിൽക്കുക, എന്നിട്ട് നിങ്ങൾ മറുപടി പറയണ്ടേ? നിങ്ങൾ വെള്ളരിപ്രാവാ? അരുണിന്റെ വീഡിയോ. പിന്നെ കാന്തപുരത്തിന്റെ ലെറ്റർ പാഡിൽ നിങ്ങൾ മുസ്ലിം വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഗ്രാനി സെക്സ് എന്ന രീതിയിൽ ടീച്ചർ അമ്മയെ ലോകം ആരാധിക്കുന്ന, ഇന്ത്യ ആരാധിക്കുന്ന, ഈ കേരളത്തിന്റെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ആ ടീച്ചർ അമ്മയെയാണ് നിങ്ങളെല്ലാം ഈ രീതിയിൽ മോശാക്കിയത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് വെള്ളരിപ്രാവാ. 500 രൂപന്റെ കോവിഡ് കാലത്ത് 1500 രൂപക്ക് വാങ്ങിയതാ ഇന്ത്യ പക്ഷെ അഴിമതി ആരോപണത്തിനുള്ള മറുപടി ഗ്രാനി സെക്സിന്റെ വീഡിയോ ക്ലിപ്പ് വേണമെന്ന് പറയലല്ലോ. അത് അപവാദമാണോ? നിങ്ങൾ കേന്ദ്രങ്ങളിൽ നിന്ന് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യപ്പെട്ടു. ഹരീഷ് നന്ദനം എന്ന് പറയുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചവർ പോലും പോസ്റ്റ് ഇട്ടു. വലിയ പോസ്റ്റുകൾ നേരത്തെ അവിടുന്ന് പറഞ്ഞു. CPM-ന്റെ നേതാവിട്ട പോസ്റ്റ് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ എന്റെ സുഹൃത്ത് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ എന്തൊരു നിഷ്കളങ്കതയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇപ്പൊ വർഗീയതയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ വർഗീയ വിഷയം ആളിക്കത്തിച്ചത് ഞങ്ങൾ ആരുമല്ല. EMS ഷബാനു കേസ് വന്നപ്പോൾ ആളിക്കത്തിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സദ്ദാം ഹുസൈന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവനും മുതലക്കണ്ണിലൊഴുക്കിയ ഒരു കാലഘട്ടമുണ്ട്. നിലപാട് തെറ്റ്. അരുണിന്റെ വീഡിയോ നിങ്ങൾ തള്ളിപ്പറ, ഇവിടെ നിന്ന് പറ. അരുണിന്റെ വീഡിയോ ഞങ്ങളല്ല പ്രചരിപ്പിച്ചെന്ന് പറയട്ടെ. എന്റെ സഹോദര, അരുണിന്റെ വീഡിയോ ചെയ്ത തെറ്റാണെങ്കിൽ മലയാള മനോരമ അരുണിന് ഈ ജനങ്ങളുടെ മുൻപാകെ എന്ന് പറയേണ്ട ഗതികേട് വന്നു. അരുണിന്റേത് മാത്രം തലേ കയറ്റണ്ട. മലയാള മനോരമയുടെ പേര് പറഞ്ഞ് നിങ്ങൾ നടത്തി അവര് കേസ് കൊടുത്തു. 24 കേസ് കൊടുത്തു. 24 കേസ് കൊടുത്തു. കാലങ്ങളായി മലയാള മനോരമയിലും അതേ നെളിയണ്ട. ഞാൻ പറഞ്ഞുതരാം. 24 ചാനൽ പറഞ്ഞു. ഇനി ഒരു കാര്യം ഞാൻ പറയാനുണ്ട്. എനിക്ക് അരുണിനോട് പറയാനുള്ളത്, അരുണെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും കൂട്ടുപിടിക്കും. ഇത്തവണ ഒന്നും കൂട്ടുപിടിക്കാനില്ല. ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇടതുപക്ഷമില്ലാത്തത് ഇന്ത്യ എന്നുള്ള ചെറിയ മാറ്റം ഉണ്ടാക്കി, ഇന്തോനേഷ്യ ആക്കി. അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള സാഹചര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോന്നാണ് കൊണ്ടുവരുന്നത്. അത് ശരിയല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോന്ന് കൊണ്ടുവരികയാണ്. അത് ഞങ്ങളുടെ വേവില്ല. ശരി ചോദിച്ചോളൂ. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം അന്തസ്സായി ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ടുള്ളത്, അല്ലാതെ പട്ടായയിലേക്കല്ല പോയിട്ടുള്ളത്. കല്യാണം കഴിക്കാത്ത ആളുകൾ പട്ടായ പോകും. പട്ടായ അത്ര കുഴപ്പമുള്ള സ്ഥലമാണോ? അല്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യയില് കൽക്കട്ടയില് അടക്കം, നിങ്ങളുടെ ഈറ്റല്ലമായ കൽക്കട്ടയിലടക്കം 250 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടേക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏറ്റവും വലിയ സഹോദരൻ ഡൽഹിയിലടക്കം പോകാതെ നിങ്ങൾ പോയിരിക്കുക. എന്താ കാര്യം അറിയോ? മോദി ഒന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ എന്നെ തല വെട്ടുമെന്നുള്ളത്. അല്ല അരുൺകുമാർ, നിർമ്മാണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ് എവിടെയായിരുന്നു? അന്ന് ശബ്ദിക്കാൻ ഈ പറയുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ ഒരു സമരം
നിമിഷം ലിജീഷ് പറഞ്ഞോ മൈക്ക് കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് 2018 വന്നപ്പോ ജാതിയില്ല മതമില്ല. 2018 പ്രളയം വന്നപ്പോ ഞങ്ങൾ കുട്ടികളെ വെച്ച് വീട്ടിൽ വെള്ളത്തിലായിരുന്നു, പാർട്ടിക്കാരുമില്ല. അതെ, ആ പ്രളയകാലത്ത് മതവും ജാതിയും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലാണ് ഞങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഇതിലും ഒരാൾക്കും ഒരു കാര്യം പറയാനില്ല. എല്ലാവരും തരാതരം പോലെ ജാതി മതത്തെ കൂട്ടുപിടിക്കുന്നു. ഇതിലൊരു ലോക അവസാനം വന്ന എല്ലാരും പോവും. അതുകൊണ്ട് ഇതിൽ ജാതി മതം ഇല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ജയചന്ദ്ര മാഷ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നിരന്തരം NDA പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് അവസാനിപ്പിക്കുമോ എന്നതാണ് ചോദ്യം. അരുണേ, ഈ ചർച്ചയിൽ ഏറ്റവും കുറഞ്ഞ സമയം സംസാരിച്ചു ഞാൻ, എനിക്ക് പരാതിയില്ല. കാരണം പാർട്ടിയല്ല. അതാ കാരണം എന്താന്ന് പറയാ, എല്ലാവരും അതല്ല, ഇത് റിപ്പോർട്ടറിന്റെ പ്രേക്ഷകര് ലോകം മുഴുവൻ കാണുന്നുണ്ടാവുമല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ വർഗീയതയെ ചെറുക്കാൻ വയ്ക്കപ്പെട്ട 2 പേര് തരാതരം പോലെ സ്ക്രീനിന്റെ മുമ്പിലും പുറകുന്നും കളിക്കുന്ന വൃത്തികെട്ട നാടകങ്ങൾ. ഇവർ 2 പേരും പരസ്പരം വിളിച്ചു പറയുമ്പോ ഇതിനേക്കാൾ വലിയ സേവനം എന്താണ് റിപ്പോർട്ടറിന് തരാനുള്ളത്? അത് വളരെ കൃത്യമാണ്. ബഹളം വെക്കല്ല, അവിടെ നിൽക്കുന്നേ, അവിടെ നിൽക്കുന്നേ, തുറന്നു പറയുന്നു, അവര് പൊതിഞ്ഞു പറയുന്നു, അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. ഞങ്ങൾ പറയുമ്പോ ഒരു കാര്യം കൂടി ഓർക്കാൻ, നിങ്ങൾ ഇവിടുന്ന് ബഹളം വെക്കുമ്പോ യാഥാർത്ഥ്യം ഒന്ന് കാണും. പുൽപ്പള്ളി തെരഞ്ഞെടുപ്പിനൊപ്പം ബോക്സാ നഗർ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി ഈ 2 കൂട്ടർ, അവിടെ എത്ര ശതമാനം മൈനോറിറ്റി എന്ന് അരുണിനോട് ഞാൻ പറയണ്ടല്ലോ. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ കൈവശം ഉണ്ടായിരുന്ന UP ധൻപൂർ മണ്ഡലം ഏറ്റവും അവസാനം അരം ഖാൻ അവിടെ രാജിവെക്കേണ്ടി വന്നു. അവിടെയും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആർക്കാ വോട്ട് ചെയ്തത്? അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ വന്ന് BJPയെ കുറിച്ച് ചില വോട്ടൊക്കെ കിട്ടാൻ ഇതുവരെ ഒന്നിച്ചെതിർത്തവർ ഇപ്പൊ അവസരം കിട്ടിയപ്പോഴെന്താ ചെയ്യുന്നത്? തരാതരം പോലെ ചിലർ വീട്ടിൽ പോയിട്ട് പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുന്ന കഥയും, വിവാഹം വ്യഭിചാരമാകുന്ന കഥയും, നിസ്കാരപ്പായയിൽ കത്തിച്ച കഥയും ഒക്കെ. തരാതരം പോലെ 10 വോട്ട് കിട്ടുമെങ്കിൽ ഏത് വേഷവും കെട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പരസ്യമായ പ്രഖ്യാപനമാണ് വോട്ടിന്റെ സമയത്ത് മാത്രം ആൾക്കാർ വരും, അല്ലാത്തപ്പോ ഒരു പട്ടിയാള് വരില്ല ഈ വീട്ടിൽ. നമ്മളെ ഭാഗത്ത് ഒരു പാർട്ടിക്കാരും വരില്ല, എല്ലാരും ഒരു ഘട്ടാണ്. ഇതില് പിണറായി മോദി വോട്ടിന്റെ സമയത്ത് 100 രൂപ ഗ്യാസ് കുറച്ചു തരും. അതുപോലെ പിണറായി പുഴുത്ത അരി, മുളക് പൊടി, ഞങ്ങൾ പുഴു വെച്ച അരിയാണ് ഞങ്ങൾ തരുന്നത്. എല്ലാരും കണക്കാണ്. രാഹുൽ ഗാന്ധി ചായപ്പൊടിയില് രാഹുൽ ഗാന്ധിന്നോ ഇല്ല അരിയെന്നോ മോദിന്നോ ഇല്ല ഗ്യാസിന്റെ പുറത്ത് പിണറായി ഒന്നുമില്ല. സാധാരണക്കാരന്റെ മുഖമാണതിൽ. തീർച്ചയായും സാധാരണക്കാരന്റെ മുഖമാവണം അവർക്ക് കൊടുക്കുന്ന അരിയിലും കിറ്റിലും ഉണ്ടാവേണ്ടത്. ഒപ്പം പ്രചരണത്തിലും സാധാരണക്കാരന്റെ ശബ്ദമാവണം. മതമൗലികവാദികളുടെ ശബ്ദമോ അവരുടെ പ്രചരണായുധങ്ങളോ ആയി രാഷ്ട്രീയ പാർട്ടികൾ മാറാൻ പാടില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ ചെറുപ്പക്കാരും കേരളത്തിന്റെ വോട്ടർമാരും ഈ ചർച്ചയിൽ വിധിയെഴുതുന്നത്. മതം ഒരു കറുപ്പാണ് എന്നതിനും അപ്പുറത്തേക്ക് ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ അത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളുകൂടിയാണ് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ചോര തിളയ്ക്കുന്നു ഇന്ന് കോഴിക്കോടിന് ഇവിടെ പറയുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും മലപ്പുറത്തിന്റെ മണ്ണിൽ മറ്റൊരു വിഷയവുമായി. അനീതിക്കെതിരെ തീ കൂടുക, അനീതിക്കെതിരെ നിങ്ങൾ സ്വയം തീയായി മാറുക. വീണ്ടും ചോര തിളയ്ക്കുന്നവരെ തേടി ഞങ്ങൾ തിരുവോരങ്ങളിലേക്ക് വരും. നാളെ വൈകുന്നേരം 7 മണിക്ക്. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.